ഹലോ ഗൈസ്, നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഇന്ന് അതിശക്തമായ മഴയായതിനാൽ ഇപ്പോൾ വീട്ടിൻ്റെ പുറകുവശത്തൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു ചെരുവിലെ പ്രദേശമാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ അവിടെ നിന്ന് വരുന്നത് കാണാം. ഇതിലെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടൊരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്. അപ്പോൾ ആ വെള്ളം അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച ആ വെള്ളം എൻ്റെ വീടിൻ്റെ പോർച്ചിൻ്റെ സൈഡിലൂടെയാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ ഈ വെള്ളമെല്ലാം വരുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് കരിഞ്ഞു വരുന്നതാണ്. അത് കാണിച്ചു തരാം. ഇവിടെയൊക്കെ വെള്ളക്കെട്ടന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. നല്ല മഴയായിരുന്നു ഇന്നലെയെല്ലാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെള്ളക്കെട്ട് വന്നതാണ്. അപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് അന്ന് ഒഴുകി വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഈ സൈഡിലൂടെ ഒഴുകി വരുന്നതാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നേരിയ രീതിയിൽ സൂര്യപ്രകാശമെല്ലാം വരുന്നുണ്ട്, സൂര്യനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനു മുമ്പ് വരെ ഏകദേശം ഇന്നലെ ഇന്നും ഈ സമയത്തിന് മുന്നേ വരെ നല്ല മഴക്കാറായിരുന്നു ഉണ്ടായിരുന്നത്. മേഘങ്ങളെല്ലാം മറിഞ്ഞിട്ട് അധികം പ്രകാശമില്ലാത്ത ലൈറ്റില്ലാത്തൊരവസ്ഥയായിരുന്നു ഇതിവിടെ ഉണ്ടായിട്ടുണ്ടായത്. ഇപ്പോൾ സൂര്യനൊക്കെ വന്നിട്ടാകുമ്പോൾ ഒരു നല്ലൊരു പ്രകൃതി രമണീയമായൊരു കാഴ്ച പോലെ ആയിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ഇൻ്റർലോക്കിൻ്റെ അവിടെ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ മഴ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പാറുന്നില്ല ഇവിടെ, പക്ഷെ പിടിച്ചിട്ടുണ്ട്. അപ്പം വേണം പെയ്യാം. ഇതൊക്കെ എൻ്റെ വീട്ടിലെ ചെടികളാണ്. എൻ്റെ അമ്മയാണ് ഇതെല്ലാം പരിപാലിക്കുന്നത്. പക്ഷെ എല്ലാത്തിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല കേട്ടോ. കുറേ ചട്ടികളുണ്ട്. ഇതിൻ്റെ പേരാണ് സ്നേക്ക് പ്ലാന്റ്. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് ചെടികളുണ്ട്. ഈ ചെടികളിൽ ഓരോന്നിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി ഇടാൻ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ആകാശമെല്ലാം കുറച്ച് ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ മഴ പിടിക്കുന്ന സാഹചര്യമെല്ലാം ഇപ്പം അങ്ങനെയില്ല. എന്നാലും എപ്പോൾ വേണമെങ്കിൽ മഴ പെയ്യാം. മേഘങ്ങളെല്ലാം കുറവാണ് ആകാശത്ത്. ഇതെൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന റോഡാണ്. മഴ പെയ്തതുകൊണ്ട് റോഡിൻ്റെ രണ്ട് ഭാഗത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇതിങ്ങനെ വളർന്ന് വന്നിട്ടുണ്ട് അറ്റം വരെ. ഇത് കാണാൻ നല്ല രസമുള്ള ചെടിയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ്. കാരണം ഇലകൾ പച്ചയും മഞ്ഞയും മിക്സ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്കൊക്കെ തരണം. അതേപോലെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.